എറണാകുളം തോപ്പുംപടിയിൽ വയോധികനെ ക്രൂരമായി മർദ്ദിച്ച യുവാവ് അറസ്റ്റിൽ. മട്ടാഞ്ചേരി സ്വദേശി ഹസൈനാറാണ് പിടിയിലായത്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. വിവരങ്ങളുമായി ജോയ് മോൻ ജോസ് ചേരുന്നുണ്ട്. ജോയി, എപ്പോഴായിരുന്നു ഈ സംഭവം? പട്ടാപ്പകൽ ഒരു ആക്രമണം. എന്താണ് ഇങ്ങനെ ഒരു ആക്രമണത്തിന് പിന്നിൽ? എന്തൊക്കെയാണ് വിവരങ്ങൾ? സോന, കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നത്. അതായത് ഈ തോപ്പുംപടി കവൽ, അതായത് നമുക്കറിയാം ഈ തോപ്പുംപടി വളരെ തിരക്കേറിയ ഒരു പ്രദേശമാണ്. ആ പ്രദേശത്ത് വെച്ചാണ് ഇത്തരത്തിൽ ഈ മട്ടാഞ്ചേരി സ്വദേശിയായ ഹസൈനാർ ഈ വയോധികനെ അതിക്രൂരമായി മർദ്ദിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ വളരെ ക്രൂരമായി ഇയാളെ, അതായത് ഈ ഹസൈനാർ ഈ വയോധികനെ മർദ്ദിക്കുകയും അപ്പൊ കയ്യിൽ കിട്ടിയ എന്തോ ഒരു ഉപകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് തലയ്ക്കും അതിനുശേഷം കൊട ഉപയോഗിച്ചൊക്കെ ഈ വയോധികനെ മർദ്ദിക്കുന്നുണ്ട്. ഇതിനുശേഷം അത് ക്രൂരമായി മർദ്ദിച്ച് ഈ വയോധികൻ നിലത്ത് വീഴുകയും അവശനിലയിലാവുകയും ചെയ്തിരുന്നു. പിന്നാലെ ഇയാൾ ഈ സംഭവ സ്ഥലത്ത് നിന്ന് കടന്നു കളയുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിൽ ദൃശ്യങ്ങൾ, അതായത് നമുക്കറിയാം തോപ്പുംപടിക്കാല വളരെ തിരക്കേറിയ ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്ത് വെച്ച് ഇത്തരത്തിൽ നടന്ന ആക്രമണം ചെറുക്കാനോ അല്ലെങ്കിൽ തടയാനോ ആരും ശ്രമിച്ചിരുന്നില്ല. പക്ഷേ ആരൊക്കെയോ ഈ ദൃശ്യങ്ങൾ തങ്ങളുടെ മൊബൈലിൽ പകർത്തിയിരുന്നു. ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ സംഭവത്തിൽ പോലീസ് ഒരു അന്വേഷണം നടത്തുകയും പിന്നാലെ പ്രതിയെ തിരിച്ചറിയുകയും മട്ടാഞ്ചേരി സ്വദേശിയായ ഹസൈനാറാണ് ഈ വയോധികനെ ആക്രമിച്ചതെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ ഇയാൾക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കി ഇയാളെ പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടുകയും ചെയ്തിരുന്നു. നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ് പ്രതിയുള്ളത്. അതേസമയം ആർക്കാണ് മർദ്ദനമേറ്റത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും പ്രതി പിടിയിലായിരിക്കുകയാണ്. ജോയ് മോൻ ജോസാണ് വിവരങ്ങൾ പങ്കുവച്ചത്.